മൂഴിയാർ ലുക്കൗട്ടിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കൊപ്പം നിൽക്കുന്നത് 80 വയസ്സ് പിന്നിട്ട രാജമ്മ എന്ന് പറഞ്ഞ അമ്മയാണ്. ഗവിയിലേക്കുള്ള പതിവ് യാത്രയിലായിരുന്നു ഞാൻ. മൂഴിയാർ 40 ഏക്കറിന് സമീപം എത്തിയപ്പോൾ കൊടുംവനത്തിൽ റോഡിനോട് ചേർന്ന് പ്രായമായ ഒരു അമ്മ ചെടികളുടെ മറവിൽ ഇരിക്കുന്നത് കണ്ടാണ് വാഹനം നിർത്തി ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത്. സമീപമായിട്ട് 3 നായ്ക്കൾ അമ്മയ്ക്ക് കാവലായി നിൽപ്പുണ്ട്. നായ്ക്കൾ കടിക്കുമെന്ന് പേടിയുണ്ടെങ്കിലും ധൈര്യം സംഭരിച്ച് ഞാൻ ആ വൃത്തിയായ മാതാവിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി മനസ്സിലാകുന്നത്. ആ അമ്മയുടെ വാക്കുകളിലേക്ക്. എവിടെ താമസിക്കുന്നത്? ലുക്കോട്ടിന് താഴെയോ? ഇങ്ങോട്ടതാണ് കെട്ടായിരിക്കുന്നത്. ഇങ്ങോട്ടത്തെ കെട്ടായിരിക്കുന്നു. അത് അതിനകത്താണോ? അതിനകത്താണ്. പേരെന്തോ അമ്മയുടെ? രാജമ്മ. രാജമ്മയില്ലേ? തന്നെയുള്ളോ? അല്ല, കെട്ടിയാൻ മറന്നു പോയി പോയിരിക്കുക. അങ്ങനെ എന്നെ കൊണ്ട് എന്റെ കണ്ണൊന്നും കാണത്തില്ല. ഇല്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആണല്ലേ? ആനയൊക്കെ ഉള്ള സ്ഥലമല്ലേ? ആനയൊക്കെ ഉള്ള സ്ഥലം. ആന ഇവിടെ കൂടെ കയറി പോണതാ. ആണോ? വേണ്ട, അവിടെ കൂടെ മുകളിലോട്ട് കയറി പോണതാ. അന്നേരം പേടിയില്ല ഇങ്ങനെ ഇരിക്കാനേ? ഓ, നമ്മൾ ആനയുടെ ഇടയിൽ കിടന്ന് വളർന്നിരിക്കും. നമ്മൾ കിടന്നാൽ ഇതിലും ആന ശരിയുള്ള സ്ഥലമാണ്. ആണോ? പിന്നെ പഞ്ചാര മണ്ണെന്നൊക്കെ പറഞ്ഞ സ്ഥലം നമ്മൾ കിടന്നിരിക്കും. ഇവിടെ ആയിട്ട് എത്ര നാളായി ഇപ്പം? ഇവിടെ കഴിഞ്ഞ വർഷം വന്നതാ. ആണല്ലേ? എന്റെ കണ്ണൊക്കെ ഒട്ടും കാണാൻ വയ്യാന്ന് കത്തിയാണ് ഞങ്ങൾ വന്ന് കിടന്നത്. അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ അവിടെ വന്ന് കിടന്ന് ഒരു വർഷം അവിടെ കിടന്നിട്ട് ഞങ്ങൾ ഇക്കര കിടന്നു. ഇക്കര കിടന്നപ്പോൾ എൻ്റെ കണ്ണിന് ഒട്ടും കാണാൻ വയ്യാതായപ്പോൾ ഞങ്ങൾ ആശുപത്രി പോയിട്ട് അവിടെ വന്നിട്ട് ഞങ്ങൾ വാരിക്കെട്ട് കൂടെ ഞാൻ കൂട്ടിൽ വന്നതാണ്. ഒട്ടുമില്ല. അപ്പം ചെറുതായിട്ടുള്ള വെട്ടേ ഉള്ളു. എന്നെ കാണാനൊക്കുന്നില്ല? ഇല്ല, ഒട്ടും കാണുന്നില്ല. കണ്ണു പോയി ഓപ്പറേഷനൊക്കെ ചെയ്തു, എന്നിട്ട് തെളിയുന്നില്ല. ആശുപത്രി ഒന്നും പോയില്ലേ? ആശുപത്രി പോയി കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞതാ. കണ്ണ് തെളിയുന്നില്ല. എത്രയായി? എനിക്കിപ്പോ 80 ആയി. മക്കളൊക്കെ എവിടെ? മക്കളൊന്നുമില്ല. ഇല്ല. ഭർത്താവിന്റെ പേര്? കൃഷ്ണനെ. നിങ്ങൾ രണ്ടും ഒന്നിച്ച് താഴെയാ താമസിക്കുന്നില്ലേ? നേരത്തെ പഞ്ചാരമണിയിലായിരുന്നില്ലേ? നേരത്തെ പഞ്ചാരാണല്ലായിരുന്നു. മഴയൊക്കെ പെയ്താൽ നനയത്തില്ലേ? ആ ഗ്ലാസിയെ കൊണ്ടൊന്നും അങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നതാ. ആണല്ലേ? എന്നാൽ പിന്നെ ഇവരുടെ താവളങ്ങൾ കൂടി കണ്ടിട്ട് മടങ്ങാമെന്നായി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ലുക്കോട്ടിന് സമീപം ഇടിഞ്ഞു പൊളിഞ്ഞ വൈദ്യുതി ബോർഡ് വക കെട്ടിടത്തിലാണ് 80 വയസ്സോളം പ്രായം വരുന്ന രാജമ്മ അമ്മയും ഭർത്താവ് കൃഷ്ണൻകാണിയും ഇപ്പോൾ കഴിയുന്നത്. 15-ാം വയസ്സിൽ കത്തിക്കാടുകളിൽ വനഭോഗങ്ങൾ ശേഖരിക്കാൻ പാലോട് നിന്നും ഇവിടെ എത്തിയതാണ് ഇരുവരും. പിന്നീട് ഈറ്റവെട്ടും വനം വകുപ്പിലെ വാച്ചർ ജോലികളിലും മുഴുകി. വാർദ്ധക്യം എത്തിയതോടെ രാജമ്മയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ചികിത്സകൾ പലതും ചെയ്തു. ഒന്നും ഫലിക്കാതെ വന്നതോടെ കാടിറങ്ങി. ഇപ്പോൾ കാഴ്ചകളെല്ലാം ഒരു ഊഹം മാത്രം. റോഡിൽ നിന്നും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കരിങ്കൽ